ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് വേണ്ടി ആരുണ്ട് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഇയ്യോബ് 17 അധ്യായം 3 വാക്യം. നീ പണയം കൊടുത്ത് എനിക്ക് ജാമ്യമാകണമേ, എന്നോട് കയ്യടിപ്പാൻ മറ്റാരുള്ളൂ. തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ആരും മനസ്സിലാക്കാത്തപ്പോൾ, ആരും കൈയടിക്കാത്തപ്പോൾ, ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ പലരും നിരാശരാകുന്നു. നീതിമാനായ ഇയ്യോബ് പോലും വിളിച്ചു പറഞ്ഞു, എനിക്ക് വേണ്ടി കൈയടിക്കാൻ ആരുണ്ട്? പിന്നെ അവൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവെ, നീ പണയം കൊടുത്ത് എനിക്ക് ജാമ്യമാകണമേ എന്ന്. ഓസ്ബോൺ എന്ന എൻ്റെ അച്ഛൻ സാം ജബതുറയുടെ ജീവിതത്തിലും സമാനമായ ഒരു സാഹചര്യം ഒരിക്കൽ സംഭവിച്ചു. ആദായ നികുതി വകുപ്പിൽ ഒരു തസ്തികയിലേക്കുള്ള ജോലി പരീക്ഷയിൽ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം ഒരു സർക്കാർ സ്കൂളിൽ ഗണിതശാസ്ത്ര അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹം പരീക്ഷ നന്നായി എഴുതി തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. എന്നിരുന്നാലും നിശ്ചിത തീയതി കഴിഞ്ഞതിനു ശേഷമാണ് അഭിമുഖത്തിന് ക്ഷണിച്ച കത്ത് അദ്ദേഹത്തെ തേടിയെത്തിയത്. അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നു. കടുത്ത നിരാശയോടെ അദ്ദേഹം ദൈവത്തോട് നിലവിളിച്ചു, ഇപ്പോൾ ആരാണ് എന്നെ സഹായിക്കുക? ആരാണ് എനിക്ക് കൈ കൊടുക്കുക എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ അതേ ഓഫീസിൽ തന്നെ ജോലി ചെയ്തിരുന്ന ഒരു ക്രിസ്തീയ സഹോദരിയെ കർത്താവ് ഓർമ്മിപ്പിച്ചു. ഉടനെ അദ്ദേഹം അവളുടെ വീട്ടിൽ ചെന്ന് സാഹചര്യം വിശദീകരിച്ചു. അവർ പറഞ്ഞു, വിഷമിക്കേണ്ട, അഭിമുഖം നടത്തുന്ന ഉദ്യോഗസ്ഥൻ എൻ്റെ മേലുദ്യോഗസ്ഥനാണ്. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം. തീർച്ചയായും അദ്ദേഹം നിങ്ങൾക്കായി മറ്റൊരു ദിവസം ക്രമീകരിക്കും. അവർ തന്റെ വാക്ക് പാലിച്ചു. താമസിയാതെ തന്റെ പിതാവിന് അപ്പോയിന്റ്മെന്റ് ലഭിച്ചു. കർത്താവ് എല്ലാം കൃത്യമായി ചെയ്തു. ബൈബിളിൽ 38 വർഷമായി തളർവാദം പിടിച്ചിരുന്ന ഒരു മനുഷ്യൻ ബെഥെസ്ദ കുളക്കരയിൽ ഉണ്ടായിരുന്നു. ആഴമായ ദുഃഖത്തോടെ അദ്ദേഹം പറഞ്ഞു, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലിടാൻ ആരുമില്ല. കർത്താവ് അനുകമ്പയാൽ പ്രേരിതനായി, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കൂ എന്ന് പറഞ്ഞു. തൽക്ഷണം അവൻ സുഖം പ്രാപിച്ചു. സങ്കീർത്തനക്കാരനും ഏകാന്തതയുടെ അത്തരം നിമിഷങ്ങളെ പിന്നിട്ടു. നിന്ന് എന്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. ആരെയും കണ്ടില്ല താനും. ഇത് സങ്കീർത്തനം 69 അധ്യായം 20 വാക്യത്തിൽ കാണപ്പെടുന്നു. എന്നാൽ പിന്നീട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് അവൻ സന്തോഷത്തോടെ പ്രഖ്യാപിച്ചു, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? ഭൂമിയിലും നീയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന്. ഇത് സങ്കീർത്തനം 73 അധ്യായം 25 വാക്യത്തിൽ കാണപ്പെടുന്നു. ദൈവത്തിന്റെ പ്രിയ മക്കളെ, ഒരിക്കലും ഹൃദയം കലങ്ങരുത്. എനിക്ക് വേണ്ടി ആരുണ്ട് എന്ന് പറയുകയോ ചെയ്യരുത്. പകരം കർത്താവ് എന്റെ പക്ഷത്താണ് എന്ന് ധൈര്യത്തോടെ പറയുക. അവന്റെ നിരന്തരമായ കരുതലിൽ ആശ്രയിക്കുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യിരെമ്യാവ് 32 അധ്യായം 27 വാക്യം. ഇതാ, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ? ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യിരെമ്യാവ് 32-33 അധ്യായങ്ങൾ, വൈകുന്നേരം എബ്രായർ 1 അധ്യായം. ആമേൻ.